Guten Tag, ich heiße Anne-Maria. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം വെർബ് എന്ന് പറയുമ്പോൾ നമുക്ക് റേഗൽ ബേസിക് വെർബിനുണ്ട്, ഉൻറേഗൽ ബേസിക് വെർബിനുണ്ട്. അപ്പോൾ റേഗൽ ബേസിക് വെർബിന് ഒരു സ്ട്രക്ചറാണ്, ഉൻറേഗൽ ബേസിക് വെർബിന് ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് റേഗൽ ബേസിക് വെർബിനാണ്. ഒരു വെർബിന്റെ അതായത് റേഗൽ ബേസിക് വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോം ചെയ്യുമ്പോൾ വെർബ് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഗേ പ്ലസ് സ്റ്റം പ്ലസ് ടി ഇങ്ങനെയാണ് റേഗൽ ബേസിക് വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് ഒരു വെർബ് കൗഫൻ മീൻസ് ടു ബൈ. ഇപ്പൊ കൗഫൻ എന്ന് പറഞ്ഞ വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം എങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു വെർബിന്റെ വെർബ് സ്റ്റം എന്ന് പറയുന്നത് കൗഫാണ്. അതായത് ഇയൻ കളഞ്ഞിട്ടുള്ള ഭാഗമാണ് ഒരു വെർബിന്റെ സ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റമ്മിന് മുമ്പ് നമ്മൾ ഗേ ആഡ് ചെയ്തു, ദെൻ സ്റ്റം വെച്ചു, ദെൻ ടി വെച്ചു. അപ്പോൾ കൗഫൻ എന്ന് പറഞ്ഞ വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗെക്കൗട്ട് എന്നായി മാറി. അതുപോലെ തന്നെ അടുത്തൊരു വെർബാണ് മാഹൻ മീൻസ് ടു ഡു. ഇതിന്റെ പാർട്ടിസിപ്പൽ ഫോം എങ്ങനെ ഫോം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെർബ് സ്റ്റമ്മിന് മുമ്പ് ഗേ വെച്ചു, വെർബ് സ്റ്റം വെച്ചു, ടി വെച്ചു. ദെൻ മാഹൻ എന്ന് പറഞ്ഞ വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗെമാഹ്റ്റ്. അതുപോലെ തന്നെ ഉള്ള വെർബ്സ് ആണ് ലേർണൻ, അതുപോലെ തന്നെ ആർബൈറ്റനും. ഇപ്പോൾ ലേർണൻ എന്ന് പറയുമ്പോൾ എന്താണ് ടു ലേൺ. അപ്പൊ ഇതിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗലേൺഡ്. അതുപോലെ നെക്സ്റ്റ് വൺ ആർബൈറ്റൻ, ദെൻ ഗേ ആർബൈറ്റഡ്. അതായത് ആർബൈറ്റൻ എന്ന് പറയുമ്പോൾ വെർബ് സ്റ്റമ്മിന്റെ എൻഡിങ്ങില് ടി വരുന്നുണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ ഒരു ഇ ചേർക്കും. ദെൻ ആർബൈറ്റൻ എന്ന് പറഞ്ഞ വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗേ ആർബൈറ്റഡ് എന്നായി മാറും. ഇനി ഇങ്ങനെയാണ് റേഗൽ ബേസിക് വെർബൻ നമ്മൾ പാർട്ടിസിപ്പൽ ഫോം ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് ആണ് ഉൻറേഗൽ ബേസിക് വെർബൻ, അതായത് ഇറഗുലർ വെർബ്സ്. ഇത് എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആണ്. അതായത് ഗേ പ്ലസ് സ്റ്റം പ്ലസ് ഇ എൻ, അല്ലെങ്കിൽ ഗേ പ്ലസ് എന്താണോ വെർബ് അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതും. അപ്പൊ ഫസ്റ്റ് വൺ കൊമ്മൻ മീൻസ് ടു കം. അപ്പൊ കൊമ്മൻ എന്ന് പറയുന്ന വെർബിന്റെ ഫ്രണ്ടില് ഗേ മാത്രം ആഡ് ചെയ്താൽ മതി, പിന്നെ ബാക്കി സ്റ്റമ്മും ഇ എന്നും കൂടി ചേർന്നതാണല്ലോ നമ്മുടെ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ കൊമ്മൻ എന്ന് പറഞ്ഞ വെർബിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗെക്കൊമ്മൻ. ഇനി നെക്സ്റ്റ് വൺ ഗേബൻ മീൻസ് ടു ഗീവ്. അപ്പോൾ അതിന്റെ പാർട്ടിസിപ്പൽ ഫോം എന്ന് പറയുന്നത് ഗേബൻ. അതുപോലെ തന്നെ സേയൻ ഗെസേയൻ. ഫാങ്ങൻ, സേയൻ മീൻസ് ടു സീ, നെക്സ്റ്റ് വൺ ഫാങ്ങൻ ടു സ്റ്റാർട്ട്, ദെൻ ഗെഫാങ്ങൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റേഗൽ ബേസിക് വെർബിന്റെയും ഉൻറേഗൽ ബേസിക് വെർബിന്റെയും പാർട്ടിസിപ്പൽ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് വെർബൻ മീറ്റ് ദർ എൻഡും IEREN. അതായത് ചില വെർബ്സിന്റെ എൻഡിങ് വന്നിട്ട് IEREN ആണ് വരുന്നത്. അങ്ങനെ വരുന്ന വെർബ്സിന്റെ പാർട്ടിസിപ്പൽ എങ്ങനെ ഫോം ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് വെർബ് സ്റ്റം പ്ലസ് സ്റ്റേ. അപ്പൊ ഫസ്റ്റ് വെർബ് വന്നിട്ട് സ്റ്റുഡിയറൻ മീൻസ് ടു സ്റ്റഡി. അപ്പൊ വെർബ് സ്റ്റം വെച്ചു, ദെൻ നമ്മൾ ടി ആഡ് ചെയ്തു, അപ്പൊ സ്റ്റുഡിയർട്ട് എന്ന് വായിക്കും. നെക്സ്റ്റ് വൺ പ്രൊബിയറൻ മീൻസ് ടു ടേസ്റ്റ്, ദെൻ പ്രൊബിയർട്ട് എന്നായി. ദെൻ നെക്സ്റ്റ് വൺ ഇൻസ്റ്റാളിയറൻ മീൻസ് ടു ഇൻസ്റ്റാൾ ഇയർട്ട്. ഇങ്ങനെയാണ് വെർബൻ മീറ്റ് ദർ എൻഡും IEREN എന്ന് വരുന്ന വെർബ്സിന്റെ സ്ട്രക്ചർ, എന്തിന്റെ പാർട്ടിസിപ്പൽ സ്ട്രക്ചർ. ഇനി നെക്സ്റ്റ് വൺ ആണ് ഗെമിഷ്ടെ വെർബൻ, അതായത് മിക്സ്ഡ് വെർബ്സ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ഇതിന്റെ പാർട്ടിസിപ്പൽ നമ്മൾ പഠിക്കുക തന്നെ വേണം, ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അങ്ങനെ ഇല്ല. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ബ്രിങ്ങൻ ഗെബ്രാഹ്റ്റ്, ഡെങ്കൻ ഗെഡാഹ്റ്റ്, കെന്നൻ ഗെകാങ്റ്റ്. ഇങ്ങനെയാണ് ഗെമിഷ്ടെ വെർബിന്റെ അതായത് മിക്സ്ഡ് വെർബ്സിന്റെ പാർട്ടിസിപ്പൽ ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കുന്നത് എങ്ങനെയാണ് ട്രെൻബാരെ വെർബൻ und ഉൻട്രെൻബാരെ വെർബൻ ഇവർ രണ്ടുപേരുടെയും പാർട്ടിസിപ്പൽ എങ്ങനെയാണ് ഫോം ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ട്രെൻബാരെ വെർബൻ, അതായത് ഇവരുടെ സ്ട്രക്ചർ വന്നിട്ട് പ്രിഫിക്സ് പ്ലസ് ഗേ പ്ലസ് സഫിക്സ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് അൻഫാങ്ങൻ എന്ന് പറഞ്ഞ വെർബ്. അൻഫാങ്ങൻ മീൻസ് ടു സ്റ്റാർട്ട്, ദെൻ പ്രിഫിക്സ് അൻ വെച്ചു, ദെൻ ഗേ വെച്ചു, ദെൻ സഫിക്സ്. അതായത് എന്താണോ നമ്മുടെ കയ്യിലുള്ള വെർബ്, അതായത് അൻഫാങ്ങൻ എന്ന് പറയുന്നത് ഫാങ്ങൻ എന്ന് പറയുന്നത് ഒരു ഉൻറേഗൽ ബേസിക് വെർബനാണ്. അപ്പൊ അതിന്റെ പാർട്ടിസിപ്പൽ വരുമ്പോൾ ഗെഫാഗൻ എന്ന് വരും. ദെൻ ഫസ്റ്റ് നമ്മൾ അൻ വെച്ചു, ഗേ വെച്ചു, സഫിക്സ് വെച്ചു, അൻ ഗെഫാഗൻ എന്നായി. നെക്സ്റ്റ് വൺ ഔഫ് മാഹൻ മീൻസ് ടു ഓപ്പൺ, ഔഫ് ഗെമാഹ്റ്റ് എന്നായി. മാഹൻ എന്ന് പറയുന്നത് ഒരു റേഗൽ ബേസിക് വെർബനാണ്. ദെൻ അതിന്റെ പാർട്ടിസിപ്പൽ വന്നിട്ട് ഗെമാഹ്റ്റ്, ദെൻ ഫസ്റ്റ് ഔഫ് വെച്ചു, ഔഫ് ഗെമാഹ്റ്റ് എന്നായി. ഈ നെക്സ്റ്റ് വൺ വന്നിട്ട് ഔസ് സ്റ്റേയൻ, അതായത് ടു ഗെറ്റ് അപ്പ്, ഔസ് ഗെസ്റ്റാൻഡൻ. സ്റ്റേയൻ എന്ന് പറയുന്നത് ഒരു ഉൻറേഗൽ ബേസിക് വെർബനാണ്. അതിന്റെ പാർട്ടിസിപ്പൽ എന്ന് പറയുന്നത് ഗെസ്റ്റാൻഡൻ എന്നാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ നമ്മൾ ഔസ് വെച്ചു, ഔസ് ഗെസ്റ്റാൻഡൻ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് അൺകൊമ്മൻ, അതായത് ടു അറൈവ്, ദെൻ അൻ ഗെക്കൊമ്മൻ എന്ന് വന്നു.
ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ഉൻട്രൻബാരെ വെർബൻ. ഇവരുടെ സ്ട്രക്ചർ വന്നിട്ട് പ്രിഫിക്സ് പ്ലൂസ് പാർട്ടിസിപ്പൈ ഓഫ് വെർബ് ഓൺ എ ഗേ, അതായത് ഗേ വെക്കേണ്ട ആവശ്യമില്ല. ദെൻ ഫസ്റ്റ് വെർബ് വന്നിട്ട് ബെസൂഹൻ. ബെസൂഹൻ മീൻസ് ടു വിസിറ്റ്. ദെൻ അവയുടെ പാർട്ടിസിപ്പൈ വന്നിട്ട് ബെസൂഹ്റ്റ് എന്നാവും. നെക്സ്റ്റ് വൺ ബെക്കോമൻ. ദെൻ ബെക്കോമൻ മീൻസ് ടു റിസീവ്. ദെൻ ബെക്കോമൻ എന്ന് തന്നെയാണ് അതിൻ്റെ പാർട്ടിസിപ്പൈ ഫോം. നെക്സ്റ്റ് വൺ ഫെർസ്റ്റെയിൻ. ഫെർസ്റ്റെയിൻ മീൻസ് ടു അണ്ടർസ്റ്റാൻഡ്. ദെൻ ഫെർസ്റ്റാൻഡൻ എന്നാവും. ദെൻ ഫെർപാസൻ. ഫെർപാസൻ മീൻസ് ടു മീറ്റ്സ്. ഫെർപാസ്റ്റ് എന്നാവും. ഇങ്ങനെയാണ് ട്രെൻബാരെ ഉൻട്രെൻബാരെ വെർബിന്റെ പാർട്ടിസിപ്പൈ ഫോം ചെയ്യുന്നത്. സോ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഇത് വെച്ചിട്ട്, അതായത് പാർട്ടിസിപ്പൈ വെച്ചിട്ട് എങ്ങനെ ഒരു സെന്റൻസ് ഫോം ചെയ്യാമെന്ന് പഠിക്കാം. സോ അതുവരെ ചൂസ്.